ജെറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. സമയം ഇല്ലാത്തതുകൊണ്ട് 2-3 കാര്യങ്ങൾ പറയാം. ജെറിൻ എൻജിനീയറിങ്ങിന് പഠിക്കുമ്പോഴാണ് ഞാൻ ജെറിനെ ആദ്യമായിട്ട് കാണുന്നത്. ഭയങ്കര സൈലൻ്റാണ്, ഭയങ്കര സ്നേഹമാണ്. എപ്പോഴാണെങ്കിലും ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് പുറകെ നടക്കും. പിന്നെ എനിക്ക് ഒരു കാര്യം എപ്പോഴും ഓർമ്മയുള്ളത്, ആദ്യമായിട്ട് ജസ്റ്റിൻ ചേട്ടൻ്റെ അടുത്തോട്ട് തന്നെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയത് ജെറിനാണ് ബസ്സിൽ. ഭയങ്കര കെയറിങ് ആയിരുന്നു. പിന്നെ എനിക്ക് ബാംഗ്ലൂരിൽ ആദ്യമായിട്ട് തന്നെ ഒരു ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയതും ജെറിനാണ്. ചേച്ചി പേടിക്കണ്ട പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കയറ്റി. എനിക്ക് ആ ജോലിയും കിട്ടി. അതൊരു ഓക്സ്ഫോർഡ് കോളേജിലാണ്. ഞാനിത് പറയുമ്പം ജെറി ഓർക്കുമായിരിക്കും. അപ്പം ജെറിനെ എന്നും ഓർക്കുന്നു. കുഞ്ഞായിട്ടല്ല, ഇപ്പം 10 വർഷം കഴിഞ്ഞപ്പം വലിയ ജെറിയായി. വളരെ സന്തോഷമുണ്ട്. ജെറിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. നല്ല ഫാമിലി ലൈഫ് കിട്ടുന്നു. സഞ്ജു നല്ല കുട്ടിയാണ്. നല്ലൊരു ജീവിതം മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ജെറി അങ്കിളുടെയും സഞ്ജു ആൻറ്റിയുടെയും വിവാഹത്തിന് ഞങ്ങളുടെ എല്ലാ വകയും ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഹാപ്പി മാരീഡ് ലൈഫ്. ജെറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു സ്വന്തം അനിയനില്ലാത്ത കുറവ് ജെറിയിലൂടെ ഞാനത് അതെനിക്ക് മാറ്റി കിട്ടിയിട്ടുണ്ട്. കാരണം ജെറി അത്രയും സ്നേഹവും അത്രയും കെയറുമാണ് ജെറി. ഇപ്പോൾ ജെറിയിലൂടെ ഞങ്ങൾക്ക് ഒരു കൊച്ചനിയനെയും കൂടി അനിയനെയും കൂടി കിട്ടുന്നുണ്ട്. ജെറിന്റെ ചേച്ചിമാരുടെ വക ഓൾ ദി ബെസ്റ്റ്. സഞ്ജുവിന് ഞങ്ങളുടെ ഒപ്പം എല്ലാത്തിനും കാണും. സഞ്ജുവിനെ ഞങ്ങൾ നല്ലപോലെ നോക്കും. ജെറി ആൻഡ് സഞ്ജു ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളുടെ ജെറിൻ പാപ്പനും സഞ്ജു മേമയ്ക്കും എല്ലാ വക ബെസ്റ്റ് വിഷസ്. ഹായ് ചെറിച്ചേട്ടാ, സഞ്ജു ചേച്ചി. എനിക്ക് ചെറിച്ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഭാവയായി തുടങ്ങി കാണുന്നതാണ് ചെറിച്ചേട്ടനെ. എനിക്ക് ഫസ്റ്റ് ചെറിച്ചേട്ടനെ കുറിച്ച് ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു കുഞ്ഞ് സൈക്കിൾ ഓടിച്ചു തന്നപ്പോൾ ചെറിച്ചേട്ടനും ആലിച്ചേട്ടനും കൂടി മുന്തി തന്നു. അത് ചെറിച്ചേട്ടൻ എന്നെ എടുത്തുകൊണ്ട് ഇടിച്ചു. അത് ഞങ്ങൾ ഭയങ്കര പ്രശ്നമാക്കി. എന്നിട്ട് ഒച്ചപ്പാടും കരച്ചിലൊക്കെ ആയിരുന്നു. ചെറിച്ചേട്ടൻ എന്ന് വെച്ചാൽ സിമ്പിൾ മാനാണ്. അപ്പോഴും ഭയങ്കര സ്നേഹമാണ്, കളിപ്പിക്കാനൊക്കെ ഭയങ്കര. ഞാൻ എവിടെയായാലും ചെറിച്ചേട്ടൻ്റെ കൈ പിടിച്ചാണ് പണ്ട് മുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിച്ചേട്ടനെ ഞാൻ ഭയങ്കര കുടുംബത്തെ തൊണ്ടിട്ടുണ്ട്. കുറേ അടിയും വീഡിയോ ഒക്കെ ചെറിച്ചേട്ടന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും എന്താ പറയുക, എല്ലാ ലാസ്റ്റ് ചേട്ടന് ഈ അനീതി കുഞ്ഞു പെങ്ങൾ തരുന്ന വലിയൊരു വിശ്വസുണ്ട്. ഹാപ്പി മാരീഡ് ലൈഫ് ബോത്ത് ഓഫ് യു. ഓൾ ദ ബെസ്റ്റ്. ജസ്റ്റ് റോക്ക് യുവർ ലൈഫ്. Look into my eyes, you will see what you mean to me. Such a heart, such a soul. And when you find me there, you'll search no more. Don't tell me it's not worth
പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെയും അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരുന്നത് നന്നല്ല, അവനെ പോലെ ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ജെറിനെയും സഞ്ജുവിനെയും അനുഗ്രഹിക്കണമേ. ഖാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികൾ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ യോസേപ്പെ, ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണപൂർവരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. ചെറിയേറ്റ് പറയണ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. നമുക്കെല്ലാവർക്കും ഏറ്റിട്ടെല്ലാം. മകനെ അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. I've been alone with you inside my mind, and in my dreams I've kissed your lips 1,000 times. I sometimes see you pass outside my door. Hello, is it me you're looking for? I can see it in your eyes, I can see it in your smile. You're all I've ever wanted, and my arms are open wide. 'Cause you know
what to say, and you know just what to do. And I want to tell you so much. I love you. I long to see the sunlight in your hair and tell you time and time again how much I care. Sometimes I feel my heart will overflow. Hello, I've just got to let you know, 'cause I wonder where you are, and I wonder what you do. Are you somewhere feeling lonely, or is someone loving you? Tell me how to win your heart, for I haven't got a clue. But let me start by saying I love you. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിഞ്ഞുപിടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാക്കട്ടെ. ഇതുകൊണ്ട് നാം എല്ലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരം നടക്കുകയില്ല എന്നരുടെ
അങ്ങയുടെ സ്വഭാവത്തിനൊത്തവരെപ്പോഴും ആശ്രയിക്കുകയും അനുഗ്രഹിക്കുകയും തന്നെ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സഹോദരൻ വിശുദ്ധ പത്രോസ്ലീഹായുടെ ലേഖനം അധ്യായം 3:1-3 മിശിഹായെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമൂലികളോ പിന്നിയ മൂലിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയും ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തെ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവർക്ക് മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവാംഗമായ കൃപയ്ക്ക് തുല്യാവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധ സുവിശേഷ 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീട് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീടില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്ക് വേണ്ട, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരനോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്തേ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. വിശുദ്ധനായ വിൽസനച്ചനാണ് ഈ ഒരു പ്രസംഗം സന്ദേശം നൽകേണ്ടത് എന്ന് എനിക്കറിയാം. കാരണം അച്ഛൻ പറഞ്ഞു, മനസ്സമ്മതത്തിന് ഞാൻ തന്നെയാണ് സന്ദേശം നൽകിയത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് അണ്ടർസ്കോർ ചെയ്യാൻ മാത്രമേ ഞാനും ചെയ്യുന്നുള്ളൂ. വെറുതെ അതിലൊന്നും അറിയില്ല. കാരണം വിൽസനച്ഛൻ നിങ്ങൾക്കറിയാം, പ്രസിദ്ധനായ ധ്യാനഗുരുവാണ്. അച്ഛനെ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ അറിയുന്നു. ഞാൻ തന്നെ എൻ്റെ ഇടവകയിൽ ചെയ്തവരായിരുന്ന സമയത്ത് നിങ്ങൾ അവിടെ കുഞ്ഞിരുന്നോ? അവിടെ ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട് ബാക്കിൽ. അവിടെ
അപ്പോൾ മുതൽ അച്ഛന് പല പ്രശ്നങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചതറിയാം. പക്ഷെ എന്നാലും വീണ്ടും ഒരു സന്ദേശം ഞാൻ തന്നെ അന്ന് കൊടുത്ത മെസ്സേജ് വീണ്ടും ആവർത്തിക്കണ്ടല്ലോ അച്ഛനത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടുകാരോട് ഞാൻ എന്ത് ഉപദേശം കൊടുക്കാൻ എന്നെ നേരത്തെ മുൻകൂട്ടിയറിയാം. പിന്നെ ജെറി 4ാം ക്ലാസ്സിലെ ജെറിൻ്റെ ഒരു മുഖം ആണ് ഇപ്പോഴും എനിക്കുള്ളത്. ഈ മുഖമല്ല എനിക്ക് ഓർമ്മയുള്ളത്. എനിക്ക് 4ാം ക്ലാസ്സിലെ ജെറിന് എനിക്ക് ഓർമ്മയുണ്ട്. നല്ല നിഷ്കളങ്കത്വം, ഓമനത്വം, ചുറുചുറുക്ക്, എൻ്റെ ഈ കൈമേലെ തൂങ്ങി കിടന്നുകൊണ്ടൊക്കെയുള്ള വർത്താനങ്ങൾ, ഇങ്ങനെയുള്ളൊരു ചെറുമയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റിൻ വന്നപ്പോൾ പറഞ്ഞു, അമ്മ ജസ്റ്റിച്ച് വന്നപ്പോൾ പറഞ്ഞു, ആ ചെറുതിൻ്റെ മുഖം മാത്രം എനിക്ക് ഇപ്പോഴും ഓർമ്മ. ഇപ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന മുഖത്താണ്, ഈ ഒരു മുഖമല്ല. അപ്പോൾ ഈ മുഖം സഞ്ജുവിനുള്ളതാണ്. അതാണ് എൻ്റെ ഏറ്റവും സന്നിഗ്ധമായിട്ടുള്ള പോയിന്റ്. മറീസേട്ടൻ ജസിച്ചിരിക്കുന്നു. ആ കൊച്ചു മുഖമാണ് എപ്പോഴും. കുഞ്ഞുനാളിൽ എടുത്തു വളർത്തിയ വളർന്നു വരുന്ന ഞാനിന്ന് എൻ്റെ പള്ളിയിൽ ശരീരൻ്റെ കാര്യത്തിൽ സമർപ്പിച്ച ഉണ്ണീശ്വരനെ കുറിച്ചാണ് പറഞ്ഞത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ശമീയോൻ ആ കൊച്ചിനെ കുറിച്ച്, കുഞ്ഞിനെ കുറിച്ച് വാഴ്ത്തുക്കൾ പറഞ്ഞു, അനുഗ്രഹസികൾ പറഞ്ഞു. അത് കേട്ട് അവൻ്റെ പിതാവും അമ്മയും അത്ഭുതപ്പെട്ടു. 2ാമത് മറിയത്തോട് പറഞ്ഞു, നിന്റെ ഹൃദയം ഒരു വാൾ തുളച്ചുകയറി. അപ്പോൾ സന്തോഷവും സങ്കടവും ഒരുമിച്ച് സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ആകത്തുകയാണ് ആ സമർപ്പണത്തിൽ. നമുക്ക് സന്തോഷമുണ്ട്, എപ്പോഴും സങ്കടമുണ്ട്. ഈ സന്തോഷത്തിനെയും സങ്കടത്തെയും ഒരുമിച്ച് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ബലിവേദി, അതാണ് കുടുംബം. സന്തോഷത്തെയും സങ്കടങ്ങളെയും ഒരുമിച്ച് സമർപ്പിക്കുന്ന ബലിവേദിയാണ് കുടുംബം. സന്തോഷം മാത്രമല്ല, സങ്കടങ്ങളുമുണ്ട്. ദുഃഖങ്ങളില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത ജീവിതം ഉണ്ടാകുന്നു. മറീസേട്ടൻ ഈ കുടുംബത്തിനെ വിട്ട് പിരിഞ്ഞു പോയപ്പോൾ അതൊരു ദുഃഖത്തിൻ്റെ ഭാഗമാണ്. മക്കളിലൂടെ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നപ്പോൾ ഈ കുടുംബത്തിൻ്റെ സന്തോഷമാണ്. ഇങ്ങനെ ഓരോ കുടുംബത്തിലുള്ള, നിങ്ങളുടെ ഓരോ കുടുംബത്തിലും നിങ്ങൾ എണ്ണിയാൽ തീരാത്ത സന്തോഷങ്ങളുമുണ്ട്, എണ്ണിയാൽ തീരാത്ത ദുഃഖങ്ങളുമുണ്ട്. അത് സമർപ്പിക്കപ്പെടുന്ന ബലിവേദിയാണ് കുടുംബം. ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നെക്കാളും ഒരുപാട് അനുഭവജ്ഞാനമുള്ളവരാണ് നിങ്ങളെല്ലാവരും. മാത്രവുമല്ല, വലിയൊരു വാക്കുകൾ പറയാനോ സന്ദേശം നൽകാനോ എൻ്റെ ത്രോട്ട് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതെന്താ വെച്ചാൽ വലിയ ബേസ് കോഴ്സിലാണ് സംസാരിക്കുന്നത്, ഒരാഴ്ചയിൽ എങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നിർത്തിക്കൊള്ളാം. ഒത്തിരിയേറെ അദ്ദേഹത്തിൻ്റെ ഭാവനാണ് ഞാൻ സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. ഒരുപാട് കുടുംബങ്ങൾ അദ്ദേഹത്തിലൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട്, നമുക്ക് അറിയാം. അപ്പോൾ ഈ അവസരത്തിൽ അതിന് ബലം ശക്തി നൽകുന്ന തന്റെ സാധ്യത വധുവന്മാരെ അനുഗ്രഹിച്ച വിഷയായ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചു ദിവ്യസായ പ്രാർത്ഥനായി ജീവിക്കുവാൻ ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും പറയാൻ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമാനം ചെയ്യിക്കണമേ. അങ്ങനെ ശാന്തി സമാധാനവും ഇവരും നിറയ്ക്കണമേ. അങ്ങയുടെ ദാസന്മാർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരണം നേടുവാനും അർഹരാക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ദീർഘത്തിൽ പങ്കെടുത്ത എല്ലാവരെയും സമൃദ്ധമായി ചെയ്യിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ആദിയിൽ കൃഷ്ണത്തിൽ സഖി നൽകിയ ദൈവമേ, അനന്തപരിപാലനെ വാഴ്ത്തുന്നു. ഭാര്യാമക്കാക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഉദാശ പരികർമ്മം ചെയ്യുവാൻ സമൃദ്ധമായ ഞങ്ങളിൽ ചൊരിയണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സാക്ഷികളാണ് അടുത്ത് നിൽക്കുക. നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സഞ്ജുവിനെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? സഞ്ജു മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജെറിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? സാക്ഷികൾ വളരെ ഉയർത്തിപ്പിടിക്കുക. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളായിരിക്കും. വധുവരന്മാർ പരസ്പരം വലത് കരങ്ങളെ ഗ്രഹിക്കുക. അപരാധത്തിന്റെയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബം നയിക്കുവാൻ കർത്താവായ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിന് പൂർണ്ണമായ വിശ്വസ്തതയില് ഇവരെ ലഭിക്കുമാറാകട്ടെ. ജീവിതത്തിലാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കാൻ, നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കാൻ ഇതിൽ മുതലുമായി കുരിശ് ശക്തി നൽകട്ടെ. എപ്പോഴും എപ്പോഴും മോദനത്തിന്റെ വെച്ച് കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശുദ്ധമായി ഇവർ പരസ്പരം അണിയുന്ന മോദനങ്ങളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മന്ത്രകോടി വെച്ചേക്കും. പ്രഭാവത്തിന്റെ സർവസ്വത്താൽ മനുഷ്യരായി നടന്നിരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ സമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ലഭിക്കുവാൻ ഈ ദമ്പതിമാർ അനുഗ്രഹിക്കണമേ. നിന്നെ മണവാട്ടിയായ പരിശുദ്ധസഭയെ മധുവിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മധുവിന്റെ വസ്ത്രം അണിയാൻ ഇവരെ യോഗ്യരാക്കണമേ. ഇപ്പോഴും എപ്പോഴും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങളിൽ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധയുടെ മാർഗത്തിൽ
സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമീൻ. ഇന്നിവിടെ ഒരു കുടുംബം സൃഷ്ടിക്കുവാനായിട്ട് എൻ്റെ മുന്നിലിരിക്കുന്ന ജെറിനെയും സഞ്ജുവിനെയും അഭിനന്ദിക്കുക എന്നുള്ളതൊന്ന് തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കുണ്ട്. രണ്ട് കുടുംബങ്ങളുടെ സംഗമം. ഇനി നിങ്ങൾ ജീവിക്കുക. ഇത്രയും കാലം ഞങ്ങൾ നിങ്ങളെ കൊണ്ട് നടന്നു. ഇനി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വഞ്ചി മുന്നോട്ട് നീങ്ങുക. അലകൾ പലതും മാഞ്ഞടിക്കുമ്പോഴും കൊടുങ്കാറ്റ് വീശുമ്പോഴും നിങ്ങളുടെ വഞ്ചിയിൽ തന്നെ കിടന്നുറങ്ങുന്ന യേശുനാഥൻ്റെ അടുത്തേക്ക് പോവുക. അപ്പച്ചൻ്റെയോ വഞ്ചിയുടെ അടുത്തേക്ക് പോകാതിരിക്കുക. അവിടെ ശാന്തമായി തലയിലെ കിടന്നുറങ്ങുന്ന യേശുനാഥനെ വിളിച്ചുണർത്താൻ നിങ്ങൾ മറക്കരുത്. ഈ വഞ്ചിയിൽ കരപ്പത്ത് യേശുവിനെ തന്നുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഈ ദേവാലയത്തിൽ നിന്നും പ്രതികരിക്കുന്നത്. അധികം സമയമെടുക്കുന്നില്ല. എങ്ങനെയാണ് അച്ഛൻ നിങ്ങളൊരു കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി എന്തുമാത്രം പാടുപിടിച്ചു. സ്ത്രീധനമായിട്ടും പുരുഷധനമായിട്ടും കടകളൊക്കെ എത്ര ലക്ഷങ്ങളാണ് നിങ്ങൾ ചെലവഴിച്ചത്. അച്ഛൻ ഇപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുകയും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കുടുംബത്തെ അപേക്ഷിക്കുകയും അല്ലെങ്കിൽ ഒന്നുമില്ല ഭക്ഷണം കഴിച്ചിപ്പോ ഇത്രയും പങ്ക് കൂടിപ്പോയി അദ്ദേഹം അങ്ങയുടെ ഗാനത്തിന്റെ വലുതായി നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ മുന്നിൽ കാത്തുവാങ്ങണമേ.
ദൈവമേ, അഭേദ്യമായ ഐക്യത്തില് ജനനെ സഞ്ജനെ ഒന്നിപ്പിച്ച അങ്ങയുടെ പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുക്കുടുംബത്തിന് നായകനായ മാർയോസേഫിന്റെ മാധ്യസ്ഥം അവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണമാകട്ടെ. സർവശക്താത്മാവുടെയും പ്രാർത്ഥനകളെ സഹായിക്കട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരോധം നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. അരുളിയ പോലെ നീ ബലിയിൽ പങ്കാളികളാം മഹിതർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയുടെന്നെന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈകൊണ്ടവരാ മഹിളരും തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. താവിന്റെ കടമേ സ്വസ്തി. ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളെ പാവങ്ങളും കാരണമാകട്ടെ. ഇതൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിയുന്നുണ്ടാകും. Unbreak my heart. Say you love me again.
my life. Don't leave me here with these tears. Come and kiss this pain away. I can't forget the day you left. Time is so unkind. Life is so cruel without you here beside me. Unbreak my heart. Say you love me again. Undo this hurt to come and walk out the door and walk out of my life. Uncry these tears. I cried so many nights. Unbreak my heart. Don't leave me in all this pain. Don't leave me out in the rain. Bring back the nights when I held you beside me. One break my heart. Say you love me again. Undo this hurt to come when you walked out the door and walked out of my life. Uncry these tears. I cried so many, many nights. One break my heart. Oh baby, come back and say you love me. Unbreak my heart, sweet darling. Without you, I just can't go. ഇന്ന് വിവാഹിതരായ ജെറിൻ പേപ്പനെയും സഞ്ജു മേമയെയും സ്നേഹപൂർവ്വം മനസ്സറിഞ്ഞ് കയ്യടികളോടെ ആർത്തവമായി നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. നിരഞ്ജമോനോ നീ പാടും ഗീതം പൗർണമീരവ് ബലി വീഴും കാട് ഒത്തയടി പാത ഓം കൂട പൊടി നട ഇത് പോതും എനക്ക് ഇത് പോതുമേ വേരെന്ന വേണു നീ പോതുമേ ഇത് പോതും എനക്ക്
Mama belongs to Katapilli family and she is the daughter of Mr. Thomas Savior and Ginny Savior and has two siblings, Sudha and Samuel. Peppa completed MS in oil and gas. Currently, Peppa is working with Weatherford. Sanju Mema completed M.Tech in wireless networks. To have a beautiful life together, parents and siblings must be with them throughout their welcome the most important personalities, none other than the parents. Then we call upon to the stage their beloved parents. First of all, Jen Peppa's Mummy, please come on to the stage. In this moment, we are remembering our beloved Papa, and I am sure that there will be a shower of blessings from heaven. Now let's welcome the strongest pillars of Jaren Papa's life, his siblings. First of all, I invite his elder brother, Jestopa, and his wife, Soumya Villamma, and our cute Jacinta on the stage. Justin Verghese, my Appa, my Amma, I'm John, and my little brother Adrian. Please come out to the stage. Next, I invite Sanju Mema's parents. Her parents, Mr. Thomas Savior and Ginny Savior. Please come out to the stage. I welcome Sanju Mema's elder sister, Sudha, and her husband, Robin. Please come on to the stage. Finally, welcome one and only younger brother, Samuel Savior. Please come on to the stage. Two family members are here to praise the God. Let's start our official program. Now, it is time for traditional ceremony. First of all, lighting lamp. The Holy Bible says, your light must shine before people so that they will see the good things you do and praise your Father too in heaven. Yes, next, the lighting ceremony. In the Vahiraya, in Navadambadile, in Dirigalikwa, Snehapuram Chedikin. സ്നേഹപൂർവ്വം ഇവരുടെ മാതാപിതാക്കളെയും ഈ തിരുവട്ടത്തിന്റെ സാക്ഷികളാകാൻ നമുക്ക് ക്ഷണിക്കാം. Let's enlighten their life with sweetness. Cake symbolizes the good things in their life. A ceremony is incomplete without a cake. സ്നേഹത്തിന്റെ ഈ ഒരു പൊതുദിനത്തിലും ഓർത്തിരിക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും മധുരത്തിന്റെ ഒരു ചെറുകണികീരം ആവശ്യമാണ്. മധുരമില്ലാതെ ഓർമ്മകളില്ല, മധുരമില്ലാതെ സ്മരണകളില്ല. മധുരയ്ക്കുന്ന ഓർമ്മകൾക്ക് വേണ്ടി ഇവരുടെ ജീവിതത്തിൽ ഈ മധുരം ഉണ്ടായിരിക്കട്ടെ. ഇവരുടെ ജീവിതത്തിന്റെ ആദ്യ നിമിഷങ്ങൾ മധുരമാകാൻ ഇന്നത്തെ താരങ്ങളായ ജെറിൻ പേപ്പറെയും സഞ്ജു മേമയെയും കേക്ക് കട്ട് ചെയ്യാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. The Holy Bible says the relation between the God and the community is for the blessed function. കാലാലയ വിവാഹത്തിന് ദീന് അവിഭാജ്യ ഘടകമായിരുന്നു. സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം കണ്ടെത്തിയവർക്ക് അല്പം വീഞ്ഞ് നൽകിക്കൊണ്ട് ഇവരുടെ ജീവിതം മധുരിതമാക്കാം.
കൈ നൽകാൻ ജസ്റ്റ് പേപ്പറിനെയും സൗമ്യമേനയും ക്ഷണിക്കുന്നു. സിന്ദൂരം ചാർത്തൽ. This function is a traditional Indian culture. ഒരു മഹത്തായ സ്നേഹത്തെ പാരമ്യത്തെ കുറിക്കുന്ന ഒരു സംസ്കാരമാണിത്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമായി ഒരാൾ ഹൃദയത്തിൽ ഇടം നേടി എന്നതിന്റെ തെളിഞ്ഞ കാഴ്ച കൂടിയാണിത്. ജെറിൻ പേപ്പന് സിന്ദൂരം എടുത്തു കൊടുക്കാൻ ഐൻ മേമയും ക്ഷണിക്കുന്നു. നിറഞ്ഞ സ്നേഹത്തിന്റെ ഊഷ്മളമായ നല്ലൊരു കൈ നമുക്ക് അവരെ കൈ സമ്മാനിക്കാം. Next program, കളഭം ചാർത്തൽ. It's also a customary function. നെറ്റിയിലെ സിന്ദൂരത്തിന് കീഴെ തണുപ്പിന്റെ വൃശ്ചിക ചായ പോലെ നനുത്തുകിനാവുകളുടെ തേരേറാൻ കാറുകളിൽ തണലിരിക്കാത്ത തെളിഞ്ഞ ജീവിതങ്ങളാകാൻ കളഭം നെറ്റിയിൽ ചാർത്താക്കി ജീവിതം കുളിരേകാൻ നമുക്കിവരെ ക്ഷണിക്കാം. ഇവർക്ക് കളഭം നൽകാൻ ജസ്വിൻ ബാബനെ ക്ഷണിക്കും. The food is ready. Please have the delicious food. Please come on to the stage and give greetings to the married couples. Thank you for your support and cooperation. Wish you a happy and prosperous married life. Thank you. ഇത്രയും മനോഹരമായി ഈ സ്റ്റേജ് ഹാളും മറ്റ് അറേഞ്ച്മെന്റ്സ് ചെയ്ത സെയിൽസ് ഇവന്റ്സ് മാനേജ്മെന്റിന് പ്രത്യേകം നന്ദി. They made, they can never define what's been said between your heart and mine. The smile on your face lets me know that you need me. There's a truth in your eyes saying you'll never leave me. The touch of your hand says you'll catch me wherever I fall. Say it best when you say nothing at all. Your hand says you'll catch me wherever I fall. You say it best when you say nothing at all. What would I do without your smart mouth? Drawing me in and you kiss
kicking me out. You've got my head spinning, no kidding, I can't pin you down. What's going on in that beautiful mind? I'm on your magical mystery ride, and I'm so dizzy, don't know what hit me, but I'll be alright. My head's underwater, but I'm breathing fine. You're crazy and I'm out of my mind, 'cause all of me loves all of you. Love your curves and all your edges, all your perfect imperfections. Give your all to me, I'll give my all to you. You're my end and my beginning. Even when I lose, I'm winning, 'cause I give you all of me, and you give me all of you. Oh, how many times do I have to tell you? Even when you're crying, you're beautiful too. The world is beating you down. I'm around through every mood. You're my downfall, you're my muse, my worst distraction, my rhythm and blues. I can't stop singing, it's ringing in my head for you. My head's underwater, but I'm breathing fine. You're crazy and I'm out of my mind, 'cause all of me loves all of you. Love your curves and all your edges, all your perfect imperfections. Give your all to me, I'll give my all to you. You're my end and my beginning. Even when I lose, I'm winning, 'cause I give you all of me, and you give me all of you. Oh, give me all of you. Cards on the table, we're both showing hearts, risking it although it's hard, 'cause all of me loves all of you. Love your curves and all your edges, all your perfect imperfections. Give your all to me, I'll give my all to you. You're my end and my beginning. Even when I lose, I'm winning, 'cause I give you all of me, and you give me all of you. I give you all of me, and you give me all of you. Oh. I could stay awake just to hear you breathing, watch you smile while you are sleeping, while you're far away and dreaming. I could spend my life
a sweet surrender. I could stay lost in this moment forever. Every moment spent with you is a moment I treasure. Don't wanna close my eyes, I don't wanna fall asleep, 'cause I miss you, baby, and I don't wanna miss a thing. 'Cause even when I dream of you, the sweetest dream would never do. I'd still miss you, baby, and I don't wanna miss a thing. Lying close to you, feeling your heart beating, and I'm wondering what you're dreaming, wondering if it's me you're seeing. Then I kiss your eyes and thank God we're together. And I just wanna stay with you in those moments forever, forever and ever. I don't wanna close my eyes, I don't wanna fall asleep, 'cause I miss you, baby, and I don't wanna miss a thing. 'Cause even when I dream of you, the sweetest dream will never do. I feel your heart so close to mine, and just stay here in this moment for all the rest of time. Yeah, 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 yeah. Don't wanna close my eyes, don't wanna fall asleep, 'cause I miss you, baby, and I don't wanna miss a thing. 'Cause even when I dream of you, the sweetest dream will never do. I still miss you, baby, and I don't wanna miss a thing. I don't wanna close my eyes, I don't wanna fall asleep, 'cause I miss you, baby, and I don't wanna miss a thing. 'Cause even when I dream of you, the sweetest dream will never do. But I still miss you, baby, and I don't wanna miss a thing. Don't wanna close my eyes, I don't wanna fall asleep, yeah. I don't wanna miss a thing. I'm lying alone with my head on the phone, thinking of you till it hurts. I know you hurt too, but what else can we do? Tormented and torn apart. I wish I could carry your smile in my heart for times when my life seems so low. It would make me believe what tomorrow could bring, when today doesn't really know, doesn't really know. I'm all
to say that I was so wrong. I want you to come back and carry me home, away from these long, lonely nights. I'm reaching for you. Are you feeling it too? Does the feeling seem oh so right? And what would you say if I called on you now, said that I can't hold on? There's no easy way, it gets harder each day. Please let me or I'll be gone. I'll be gone. I'm all out of love. I'm so lost without you. I'm all out of
കാര്യം സുവിശേഷ വായനയാണ്. നിങ്ങൾക്ക് സമാധാനം. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ സുവിശേഷം. മണവാളൻ എതിരേൽക്കാൻ വിളക്കുകളുമായി പുറപ്പെട്ട 10 കന്യകൾക്ക് സദൃശ്യമാകുന്നു സ്വർഗരാജ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണ എടുത്തിരുന്നില്ല. വിവേകവതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽക്കുവേൻ. കന്യകമാരെല്ലാവരും ഉണർന്നെണീറ്റ് വിളക്കൊരുക്കി. ഒരുങ്ങി നിന്നവർ അദ്ദേഹത്തോടൊപ്പം മംഗല്യഘോഷങ്ങൾക്കായി അകത്ത് പ്രവേശിച്ചു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന ഈ നവദമ്പതികളെ സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങളെ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം മിത്രങ്ങളെ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിവാഹമെന്ന കൂദാശയിൽ ഞങ്ങളെ ഒന്നാക്കിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞാൻ പറഞ്ഞു പറയുമേ, സുസ്ഥി കർത്താവും വീടുകൂടെ സ്ത്രീയെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുഃഖിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Looks like we made it. Look how far we've come, my baby. But just look at us holding on. We're still together, still going strong. You're still the one I run to, the one that I belong to. You're still the one I want for life. You're still the one that I love.
what we would be missing. They said, I bet they'll never make it, but just look at us holding on. We're still together, still going strong.